بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെ കുറിച്ച് ചെറിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ തർജുമ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എന്ന് പറയാം. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 691 മരണപ്പെടുന്നത് ഹിജ്റ 751. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അലിമാം മുഹമ്മദ് ബിൻ അബി ബക്കർ ബിൻ അയ്യൂബ് ബിൻ സഅദ് ബിൻ ഹറൈസ് അസ്സുറഈ സുമ്മ ദിമശ്ഖി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഷംസുദ്ദീൻ അബു അബ്ദുല്ല ബിൻ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാ, ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഹംബലി ഫിഖ്ഹിൽ, ആ മദ്ഹബിലെ ഫിഖ്ഹ് പഠിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയോടൊപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യനായി മരണം വരെ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് അന്നത്തെ ചില വിഷയങ്ങളാൽ ജയിലിൽ കിടക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഒരുമിച്ച് തന്നെ. അതുപോലെ തന്നെ ദീനിന്റെ പല ഫന്നുകളിലും വളരെയധികം ഇൽമുള്ള ആളായിരുന്നു. പ്രത്യേകിച്ച് ഖുർആനിലും തഫ്സീറിലും അതുപോലെ ഉസൂലുകളിലും അതുപോലെ ഹദീസിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്നതിൽ നിന്നും തെളിവെടുക്കുന്നതിൽ നിന്നും അതുപോലെ ഉസൂലുൽ ഫിഖ്ഹിലും അതുപോലെ ലുഗയിലും അറബി ഭാഷയിലും അതുപോലെ സുലൂക്കിന്റെ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും മേഖലയിലുമെല്ലാം ധാരാളം കിതാബുകൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ശിഷ്യനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ, അദ്ദേഹം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെ പറ്റി പറയുന്ന ചില വാക്കുകൾ: വകാന റഹിമഹുല്ലാ ദാ ഇബാദത്തിൻ വതഹജ്ജുദിൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ വളരെയധികം ഇബാദത്ത് ചെയ്തിരുന്ന, അതുപോലെ തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന, അതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്ന ആളായിരുന്നു. വതൂലി സലാത്തി ഇലൽ ഗായത്തിൽ ഖസ്വാ. അദ്ദേഹം നിസ്കാരം ദീർഘിപ്പിക്കുമായിരുന്നു, വളരെ നിന്ന് ദീർഘമായി നിസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. വതഅല്ലുഹിം വലഹ്ജിം ബിദ്ദിക്ർ. ദിക്റിൽ മുഴുകുന്ന, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ മുഴുകുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വശഗഫിൽ ബിൽ മഹബ്ബ, അല്ലാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടം ഖൽബിൽ നിറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു. വൽ ഇനാബത്തി വൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നിടാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന. വൽ ഇഫ്തിഖാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാകുന്ന. വലിൻകിസാരി ലഹു, അല്ലാഹുവിന് മുമ്പിൽ പൊട്ടിത്തകരുന്ന, അതുപോലെയുള്ള അങ്ങേയറ്റം ഇബാദത്തുകൾ മുഴുകിയിരുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് പറയാൻ ലം ഉഷാഹിദ് മിസ്ലഹു ഫി ദാലിക്, അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. വലാ റഅയ്തു ഔസഅ മിൻഹു ഇൽമൻ, അദ്ദേഹത്തിനേക്കാൾ വിശാലമായ ഇൽമുള്ള ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല. വലാ അരിഫു മിആനിൽ ഖുർആൻ വസ്സുന്ന വഹഖായിഖൽ ഈമാൻ മിൻഹു വലൈസ ഹുവൽ മഅസൂം വലാകിൻ ലം അറ ഫീ മഅനാഹു മിസ്ല. അദ്ദേഹത്തിനെ പോലെ ഖുർആനിലും സുന്നത്തിലും ഈമാനിന്റെ ഹഖീഖത്തുകളിലും കഴിവുള്ള, അറിവുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മഅസൂമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇബ്നു റജബ് പറയാണ്, അദ്ദേഹം പാപമുക്തനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, അങ്ങേയറ്റം കിതാബുകൾ രചിച്ചിരുന്ന, അതിന് തൗഫീഖ് ലഭിച്ചിരുന്ന വ്യക്തിയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ. വളരെ പ്രശസ്തമായ കിതാബുകൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. അതിലൊന്നാണ് സാദുൽ മആദ് എന്നറിയപ്പെടുന്ന ഫി ഹദി ഖൈറിൽ ഇബാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയും അതുപോലെ ഹദീസിന്റെയും ഫിഖഹിന്റെയും എല്ലാം ഗ്രന്ഥമായി ഉലമാക്കൾ പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്. 5 വോളിയത്തിൽ അത് ലഭ്യമാണ്. അതിലൊരു വോളിയം തിബ്ബുൻ നബവി എന്നുള്ളത് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതിയിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നല്ലൊരു തൊബീബ് കൂടിയായിരുന്നു. ആ കിതാബ് അദ്ദേഹം രചിക്കുന്നത് ഒരു യാത്രയിലാണ്. കിതാബ് വായിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അങ്ങേയറ്റം ആഴമുള്ള ചർച്ചകളും ഹദീസുകളും എല്ലാം അദ്ദേഹം എഴുതുന്നത്, ആ കിതാബ് എഴുതിയത് അദ്ദേഹം പറയുന്നത് ഫിഹാലി സഫർ, യാത്രക്കാരനായിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ആ കിതാബ് എഴുതുന്നത്. അത് തന്നെ അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതുപോലെ ഉസൂലുകൾ ചർച്ച ചെയ്യുന്ന ഇലാമുൽ മുവഖ്ഖീൻ അൻ റബ്ബിൽ ആലമീൻ പോലെയുള്ള കിതാബുകൾ, അതുപോലെ ഒരാളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന, അയാളെ സംസ്കരിക്കുന്ന മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബ്, അതുപോലെ ധാരാളം കിതാബുകൾ, അതുപോലെ നൂനിയ, അതുപോലെയുള്ള മീമിയ എന്നുപോലെയുള്ള കവിതകൾ, 1000ഓളം ബൈത്തുകളുള്ള കവിതകൾ, ഇങ്ങനെ ധാരാളം കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെയധികം ഉപകാരപ്രദമായി ഇന്ന് നമുക്ക് ലഭിക്കുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഖൽബിന്റെ രോഗത്തിനുള്ള ഷിഫ ആയിക്കൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കിതാബാണ് അദ്ദാ വദ്ദവാ എന്നത്. അപ്പൊ ഇതിൽ ഒരാളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ കിതാബ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ചോദ്യം ഒന്നുകൂടി വായിക്കുകയാണ്. മാ തഖൂലു സാദത്തുൽ ഉലമാ അയിമ്മത്തുദ്ദീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഫീ റജുലിൻ ഉബ്തുലിയ ബിബലിയത്തിൻ. എന്താണ് പണ്ഡിതന്മാർക്ക് പറയാനുള്ളത്? ഒരു വ്യക്തി ഒരു പരീക്ഷണത്താൽ പരീക്ഷിക്കപ്പെട്ടു. വഅലിമ അന്നഹാ ഇൻ ഇസ്തമറത് ബിഹി അഫ്സദത് അലൈഹി ദുനിയാഹു വആഖിറതുഹു. അവന് ബോധ്യമുണ്ട് ഈ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ ഞാൻ തുടർന്നാൽ എന്റെ ദുനിയാവും പരലോകവും നശിക്കുമെന്ന്. വഖദ് ഇജ്തഹദ ഫീ ദഫ്ഇഹാ അൻ നഫ്സിഹി ബികുല്ലി ത്വരീഖ്. അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു, അയാൾ എല്ലാ വഴിയിലൂടെയും അതിൽ നിന്ന് രക്ഷ നേടാൻ പരിശ്രമിച്ചു. ഫമാ യസ്ദാദു ഇല്ലാ തവഖുദൻ വശിദ്ദ. പക്ഷെ അതിൽ കൂടുതൽ ആഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഫമൽ ഹൈലതു ഫീ ദഫ്ഇഹാ. ഇതിൽ നിന്നുള്ള രക്ഷ എന്താണ്? വമത്വരീഖ ഇലാ കശ്ഫിഹാ. ഇത് ഒഴിവാകാനുള്ള മാർഗം എന്താണ്? എന്നിട്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന് മറുപടി എഴുതുകയാണ്. അൽഹംദുലില്ലാ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഫഖദ് സബത ഫി സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസാണ്. من حديث أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال ما أنزل الله داء إلا أنزل له شفاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗവും ഇറക്കിയിട്ടില്ല ആ രോഗത്തിനുള്ള ശിഫാ ഇറക്കാതെ. നമുക്കറിയാം ശരീരത്തിനും ഖൽബിനുമെല്ലാം രോഗം ബാധിക്കുമെന്ന് പറഞ്ഞു. എന്ത് രോഗമാണെങ്കിലും ആ രോഗത്തിനുള്ള ശിഫാവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. വഫി സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ മിൻ ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് قال قال رسول الله صلى الله عليه وسلم لكل داء دواء فإذا أصيب دواء الداء برأ بإذن الله. എല്ലാ രോഗത്തിനും ഒരു മരുന്നുണ്ട്. ആ രോഗത്തിന് അനുയോജ്യമായ മരുന്ന് അതിന്റെ അനുയോജ്യമായ അളവിൽ അതിന് ലഭിക്കുമ്പോൾ, അതിൽ സംഭവിക്കുമ്പോൾ ബറഅ ബിഇദ്നില്ല, രോഗം ശിഫ ആകുന്നതാണ്, ഒഴിവാകുന്നതാണ്. അപ്പൊ ഏത് രോഗത്തിനും ശിഫ ഉണ്ട്. ഇത് ഒരു മനുഷ്യനെ, ഒരു മുഅ്മിനിനെ ചികിത്സിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, രോഗത്തിന് ശിഫ ഉണ്ട് എന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ രോഗത്തിനുള്ള ശിഫ മരുന്ന് ഏതാണ് എന്ന് യോജിച്ചത് വരുമ്പോൾ അതെന്തുണ്ടാകുന്നു? അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം ആ രോഗത്തിന് ശിഫ നൽകുന്നു. അതുപോലെ വഫി മുസ്നദിൽ ഇമാം അഹ്മദ് من حديث أسامة بن شريك عن النبي صلى الله عليه وسلم قال إن الله لم ينزل داء إلا أنزل له شفاء علمه من علمه وجهله من جهل. الله ഒരു ശിഫ ഇറക്കാതെ രോഗം ഇറക്കിയിട്ടില്ല. അറിഞ്ഞവൻ അതിനെ അറിഞ്ഞു, അറിയാത്തവൻ അതിനെ അറിയാതെയും പോകുന്നു. അഥവാ ഒരു രോഗത്തിന് ആവശ്യമായ ശിഫ എന്താണെന്ന് അറിഞ്ഞവൻ അതിനെ ഉപയോഗിക്കുന്നു, എന്നാൽ അറിയാത്തവർ അത് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. അപ്പൊ ഏത് രോഗത്തിനും ശിഫ ഉണ്ട്. അപ്പൊ ഈ ചോദ്യം എന്താണ്? ഈ കിതാബ് എന്താണ്? ഖൽബിന്റെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഖൽബിന് രോഗം ബാധിച്ചാലും അതിനുള്ള ശിഫ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അപ്പൊ രോഗം ബാധിച്ച ഒരു വ്യക്തി എനിക്കിതിന് ശിഫ ലഭിക്കില്ല, എനിക്കിതിൽ നിന്നൊരു തുറവി ഉണ്ടാകില്ല, എനിക്കിതിൽ നിന്നൊരു രക്ഷയുണ്ടാവില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഏതൊരു പാപത്തിൽ അകപ്പെടുന്ന വ്യക്തിയും ഇതിനൊരു ശിഫ ഉണ്ട്, അത് അന്വേഷിക്കുകയും തേടുകയുമാണ് ചെയ്യേണ്ടത്. ആ പ്രതീക്ഷയാണ് വെക്കേണ്ടത്. വഫീ ലഫ്ളിൻ, മറ്റൊരു റിവായത്തിൽ ഇന്ന അല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാഅൻ ഔ ദവാഅൻ ഇല്ലാ ദാഅൻ വാഹിദ. ഒരു രോഗത്തിനൊഴികെ മറ്റെല്ലാ രോഗത്തിനും അല്ലാഹു മരുന്ന് വെച്ചിട്ടുണ്ട്, ശിഫ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹുവ, ചികിത്സയില്ലാത്ത മരുന്നില്ലാത്ത രോഗം എന്താണ്? ഖാല അൽ ഹറം, അത് വാർദ്ധക്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വാർദ്ധക്യം നമുക്കറിയാം, അത് എന്തായാലും മനുഷ്യന് ആയുസ്സുണ്ടെങ്കിൽ അവൻ വന്നെത്തേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് യുവത്വത്തിലേക്ക് മടങ്ങാൻ ഒരു മരുന്നില്ല.
ഒരു ഷിഫ ഇല്ല, അത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലാതെയുള്ള രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ യഉമ്മു അദവാഅൽ ഖൽബി വറൂഹി വൽ ബദനി വഅദിവതഹാ. ഇത് മൊത്തത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഖൽബിന്റെയും ശരീരത്തിന്റെയും റൂഹിന്റെയും എല്ലാത്തിന്റെയും രോഗങ്ങൾക്ക് ഷിഫ ഉണ്ട്. വഖദ് ജഅല നബിയ്യു അൽ ജഹ്ല ദാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അൽ ജഹ്ല് അറിവില്ലായ്മ എന്നുള്ള രോഗമാണ്. വജഅല ദവാഅഹു സുആലൽ ഉലമാ. അതിനുള്ള മരുന്ന് എന്താണ്? ഉലമാക്കളോട് ചോദിക്കലാണ്. നമുക്ക് അറിവില്ല എങ്കിൽ, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊരു രോഗമാണ്. അതിനുള്ള പരിഹാരം എന്താണ്? അത് ഉലമാക്കളോട് അതിനെക്കുറിച്ച് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചറിയുക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമായിട്ട് ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നടന്ന ഒരു സംഭവം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. അബൂ ദാവൂദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. من حديث جابر بن عبد الله رضي الله عنه قال. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ്നാ ഫീ സഫരിൻ. ഞങ്ങൾ ഒരു യാത്രയിൽ പുറപ്പെട്ടു. فأصاب رجلا منا حجر فشجه في رأسه. അതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് തലയിൽ ഒരു കല്ലോ മറ്റോ കൊണ്ട് ഒരു മുറിയുണ്ടായി. അതിൽ മുറിയായി, പിന്നെ രക്തമൊലിക്കുന്നുണ്ട്. ثم احتلم. പിന്നീട് അവൻ വലിയ അശുദ്ധിക്കാരനായി. فسأل أصحابه فقال هل تجدون لي رخصة في التيمم. അപ്പോ വലിയ ശുദ്ധിക്കാരനായിട്ടുണ്ട്, ഇഹ്തിലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം? കുളിക്കണം, ശുദ്ധിയാവണം. അപ്പൊ തലയിലാണെങ്കിൽ മുറിയായിട്ട് രക്തമൊലിക്കുന്നുണ്ട്. അപ്പോ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, അറിവില്ലാത്ത ആളുകളാണ്, അവരോട് ചോദിച്ചു, എനിക്ക് തയമ്മൂൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് തയമ്മൂൻ ചെയ്യാൻ പറ്റുമോ? വെള്ളമില്ലാത്തപ്പോൾ ചെയ്യുന്ന പോലെ തയമ്മൂൻ ചെയ്യാൻ പറ്റുമോ? ഖാലു മാ നജിദു ലക റുഖ്സതൻ. അറിവില്ലാത്ത ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നിനക്ക് റുഖ്സ കാണുന്നില്ല. വഅൻത തഖദിറു അലൽ മാ. ഇവിടെ വെള്ളം നിനക്ക് ലഭിക്കുന്നുണ്ട്, അപ്പൊ നീ കുളിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. ഫഗ്തസല ഫമാത. അയാളെ രക്തമൊലിക്കുന്ന മുറിവുണ്ടായിരിക്കെ തന്നെ കുളിക്കുകയും അത് കാരണത്താൽ മരണപ്പെടുകയും ചെയ്തു. ഫലമ്മാ ഖദിംനാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിയപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഫഖാല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്. അവർ അവനെ കൊന്നു, അവരെ അല്ലാഹു നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അലാ സഅലൂ ഇദ് ലം യഅലമൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ചുകൂടെ? ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മക്കുള്ള ശിഫ എന്ന് പറഞ്ഞാൽ ചോദിക്കലാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല എങ്കിൽ അതിനുള്ള പരിഹാരം ഉലമാക്കളോട് ചോദിക്കലാണ്. ഇന്നമാ കാന യക്ഫീഹി അൻ യതയമ്മമ വയഅസിറ വ യഅസിബ അലാ ജർഹിഹി ഖർഖതൻ. അവന്റെ മുറിയുള്ള ഭാഗത്ത് എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് അവൻ എന്ത് ചെയ്താൽ മതി? തയമ്മും ചെയ്താൽ മതി. ثم يمسح عليها. അതിന്റെ മേലെ തടവിയാൽ മതി. വയഗ്സില സായിറ ജസദിഹി. ബാക്കിയുള്ള ഭാഗത്ത് അവൻ കുളിച്ചാലും മതിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക. അപ്പോ അറിവില്ലാതെ ഒരു കാര്യത്തിൽ അകപ്പെടുക എന്നുള്ളത് ജഹ്ലാണ്. ഫഖ്ബറ അന്നൽ ജഹ്ല ദാഉൻ വഅന്ന ശിഫാഅ അസ്സുആലു. അറിവില്ലായ്മക്കുള്ള പരിഹാരം ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? തനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം ഉലമാക്കളോട് ചോദിക്കുകയാണ്. തനിക്ക് രക്ഷപ്പെടാൻ, താൻ അകപ്പെട്ടിട്ടുള്ള തിന്മയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ പണ്ഡിതന്മാരോട് വന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഏതൊരു രോഗത്തിനും ഷിഫ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ, ചില പാപങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ, ചില തിന്മകളോട് താല്പര്യം തോന്നുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ രോഗം എനിക്ക് മാറാനുള്ള ഷിഫ ഉണ്ട്. അത് എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ചോദിച്ചറിയാനുമാണ് നാം താല്പര്യം കാണിക്കേണ്ടത്. അതല്ലാതെ അതിൽ ഞാൻ നശിച്ചു പോയി എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിൽ തുടരുന്ന അവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിന്റെ ശിഫ ആയിക്കൊണ്ട് കാര്യങ്ങൾ പറയുകയാണ്. വഖദ് അഖ്ബറല്ലാഹു സുബ്ഹാനഹു അനിൽ ഖുർആനി അന്നഹു ശിഫാഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പറ്റി അറിയിച്ചിട്ടുണ്ട്, ഖുർആൻ ശിഫ ആണ് എന്നുള്ളത്. ഖുർആൻ ശിഫ ആണ് എന്നുള്ളത്. ولو جعلناه قرآنا عجميا لقالوا لولا فصلت آياته أعجمي وعربي. ഖുർആൻ എങ്ങാനും അറബി അല്ലാത്തൊരു ഭാഷയിലായിരുന്നെങ്കിൽ അവരത് വിശദീകരിച്ചു തരാൻ പ്രത്യേകമായി ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഖുർആൻ അറബിയിലുള്ളതാണ്. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. നബിയെ പറയുക, ഈമാനുള്ളവർക്ക് അത് നേർമാർഗം കാണിക്കുന്നതാണ്, അത് ശിഫ ആണ്. സൂറത്ത് ഫുസ്സിലത്തിന്റെ 44-ാമത്തെ ആയത്താണ്. ശിഫ ആണ്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْعَالَمِينَ لِلْمُؤْمِنِينَ.
ഖുർആനിൽ നാം ഇറക്കിയിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് ശിഫാഉം റഹ്മത്തുമാണ്, ശമനവും കാരുണ്യവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ അറബി ഭാഷയിൽ ഇവിടെ മിൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് ബയാനുൽ ജിൻസാണ്. അഥവാ ഖുർആൻ മുഴുവനായിട്ടും ഷിഫാ ആണ്. ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകൾ അതെല്ലാം ഷിഫാ ആണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന ഖൽബിന്റെ രോഗങ്ങൾ, ജഹ്ലാവട്ടെ, ശക്കാവട്ടെ, റൈബാവട്ടെ, സംശയമാവട്ടെ, ഇതുപോലെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, അതിനുള്ള ഷിഫാ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അത് മുഅ്മിനിന്റെ ഖൽബിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഷിഫാ ആണ്. അപ്പൊ ഖൽബിന് എന്തെങ്കിലും രോഗം ബാധിക്കുന്നുണ്ടെങ്കിൽ നാം ആദ്യമായി മടങ്ങേണ്ട ഒരു കാര്യം ഖുർആനിലേക്കാണ്. ഇനി ഖുർആനിന്റെ ഷിഫ എന്ന് പറഞ്ഞാൽ ഖൽബിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല. ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക് പോലും ഷിഫ ഖുർആനിലൂടെ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ, സ്വഹാബികളുടെ കാലത്തുണ്ടായ പല സംഭവങ്ങളിലൂടെയും നമുക്ക് കാണാം. അതുപോലെ ഒരു സംഭവമാണ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് മിൻ ഹദീസ് അബീ സഈദ് റളിയല്ലാഹു അൻഹു قال أبو سعيد رضي الله عنه بريان انطلق نفر من أصحاب النبي صلى الله عليه وسلم في سفرة سافروها. ഒരിക്കൽ സഹാബികൾ ഒരു യാത്ര പോയി. حتى نزلوا على حي من أحياء العرب. അങ്ങനെ അറബികളിൽപ്പെട്ട ഒരു ആളുകളുടെ ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിലെത്തി. ഫസ്തവാഫൂഹും, അവരോട് ലിയാഫത്ത് ചോദിച്ചു, ആതിഥേയത്വം ചോദിച്ചു. യാത്രക്കാരായ ആളുകൾ നാട്ടിലെത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആതിഥേയത്വം നൽകുമോ, അവർക്ക് ഭക്ഷണമോ വിശ്രമിക്കാൻ സൗകര്യം, വെള്ളം എല്ലാം നൽകുമോ എന്ന് ആവശ്യം ചോദിച്ചു. ഫഅബൗ അയ്യുഗയ്യിഫൂഹും, എന്നാൽ ആ ഗ്രാമത്തിലെ ആളുകൾ, ആ നാട്ടിലെ ആളുകൾ അവർക്ക് തയ്യാറായില്ല, അവർക്ക് നൽകിയില്ല. ഫലൂദിഗ സയ്യിദു ദാലിക്കൽ ഹൈ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ ഗ്രാമത്തിലെ നേതാവിന് തേളിന്റെ കടി ഏൽക്കപ്പെട്ടു. ഫസഔലഹു ബികുല്ലി ഷൈഇൻ. ആ നാട്ടുകാരൻ എല്ലാ രീതിയിലും അതിന് ചികിത്സ നേടാൻ നോക്കി. ഫലം യൻഫഉഹു ഷൈഉൻ. ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല, ഒന്നും ആ നേതാവിന് ഉപകാരപ്പെട്ടില്ല. ഫഖാല ബഅദുഹും ലിബഅദിൻ. അങ്ങനെ ആ ഗോത്രത്തിലുള്ള ആളുകൾ പരസ്പരം പറഞ്ഞു, ലൗ അതൈതും ഹൗലാഇ റഹ്ത അല്ലദീന നസലു ലഅല്ലഹു അയകൂന ഇൻദ ബഅദഹും ഷൈ. ഈ വന്ന കൂട്ടരുടെ അടുക്കൽ ചോദിച്ചു നോക്കിയാൽ അവരുടെ അടുക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ, അവരെന്തെങ്കിലും ഉണ്ടെങ്കിലോ, അവരുടെ തൊബീബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലോ എന്ന്. ഫഅതൗഹും, അങ്ങനെ അവർ ഈ സ്വഹാബികളുടെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹർ റഹ്ത്, കൂട്ടരെ, ഇന്ന സയ്യിദനാ ലുദിഗ, ഞങ്ങളുടെ നേതാവിന് തേളിന്റെ കടി ഏൽക്കപ്പെട്ടിട്ടുണ്ട്. വസഅയ്നാ ലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു ഷൈഉൻ. ഞങ്ങൾ കുറെ പരിശ്രമിച്ചു നോക്കി, പക്ഷെ അതൊന്നും ഒരു ഉപകാരവും ചെയ്യുന്നില്ല. ഫഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ഷൈ. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ചികിത്സിക്കാനുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല ബഅദുഹും, അപ്പോൾ സഹാബികൾ ചിലർ പറഞ്ഞു, നഅം, അതെ, വല്ലാഹി ഇന്നി ലഅർഖി, അല്ലാഹുവാടെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ റുഖിയ ചെയ്യാം എന്ന് പറഞ്ഞു, ഞാൻ റുഖിയ ചെയ്യാമെന്ന് പറഞ്ഞു. വലാകിൻ വല്ലാഹി ലഖദ് ഇസ്തളഫ്നാകും ഫലം തുദയ്യിഫൂന. അല്ലാഹുവാണ്, ഞങ്ങൾ നിങ്ങളോട് ആതിഥേയത്വം ചോദിച്ചു, ളിയാഫത്ത് ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയില്ല. ഫമാ അന ബിറാഖിൻ ഹത്താ തജ്അലൂ ലി ജുഅലൻ. അപ്പോൾ റുഖിയ ചെയ്യാൻ പറഞ്ഞ ആള് പറഞ്ഞു, ഞാൻ റുഖിയ ചെയ്യില്ല, എനിക്കതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നൽകാതെ, അതിന് പ്രതിഫലമായിട്ടൊരു കാര്യം തീരുമാനിക്കാതെ ഞാൻ ചെയ്യില്ല പറഞ്ഞു. ഫസാലഹൂഹും അലാ ഖതീഇ മിനൽ ഗനം. അങ്ങനെ അവർ തമ്മിൽ കരാറിലായി, ഒരു ഇത്ര ആടുകൾ, ഒരു കൂട്ടം ആടുകളെ നൽകാമെന്ന് പറഞ്ഞ് കരാറിലായി. ഫൻതലഖ യദ്ഫുലു അലൈഹി വയഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ഈ സഹാബി പോയിട്ട് ഈ വ്യക്തിയുടെ മേലെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ഊതി, ആ കടിയേറ്റ് അവിടെ ഊതുകയും എല്ലാം ചെയ്തു. ഫകഅന്നഹ മാ നുശിത മിൻ ഇഖാലിൻ. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ആ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ബോധം കെട്ടുപോയ അദ്ദേഹം എഴുന്നേറ്റു. ഫൻതലഖ യംശി, അദ്ദേഹം നടക്കാൻ തുടങ്ങി, അയാൾ പഴയ പോലെയായി. വമാ ബിഹി ഖലബത്തുൻ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായി. ഫഔഫൗഹും ജുഅലഹും അല്ലദീ സാലഹൂഹും അലൈഹി. അപ്പൊ കരാറ് പറഞ്ഞ ആ ആട്ടിൻ കൂട്ടത്തെ അവർ നൽകുകയും ചെയ്തു. ഫഖാല ബഅദുഹും, അങ്ങനെ സഹാബികൾക്ക് ആട്ടിൻ കൂട്ടത്ത് കിട്ടിയപ്പോൾ സഹാബികൾ പരസ്പരം പറഞ്ഞു, ഇഖ്തസിമു, നമുക്കത് വീതം വെക്കാം, നമ്മൾ ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വീതം വെക്കാം.
فقال الذي رقى പക്ഷെ റുഖിയ ചെയ്ത വ്യക്തി പറഞ്ഞു لا نفعل حتى نأتي النبي صلى الله عليه وسلم فنذكر له الذي كان നമ്മൾ റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തിയിട്ട് ഈ നടന്ന സംഭവം അറിയിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യില്ല, ഇത് വീതം വെക്കണ്ട എന്ന് പറഞ്ഞു. ഫനൻദുറമായ മുറുന എന്താണ് റസൂലുള്ള പറയാൻ നോക്കാം. وقدموا على رسول الله صلى الله عليه وسلم فذكروا له ذلك അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തിരിച്ചു ചോദിച്ചു വമാ യുദ്രീക അന്നഹാ റുഖിയതൻ നിനക്ക് എങ്ങനെയാണ് അത് പിന്നെ റുഖിയാണെന്ന് മനസ്സിലായത്, എനിക്ക് എങ്ങനെയാണത് മനസ്സിലായത്? ثم قال എന്നിട്ട് പറഞ്ഞു قد اصبتم اقتسموا واضربوا لي معكم سهما എന്തായാലും നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ വീതം വെക്കുമ്പോൾ എനിക്കും ഒരു ഓഹരി വീതം വെച്ച് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ ഇതിൽ സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകിച്ച് നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹയുടെ ഫള് വളരെ വലുതാണ്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സൂറത്താണ്. അതുപോലെ തന്നെ റുഖിയയുടെ സൂറത്താണ് എന്നുള്ള പേര് തന്നെയുണ്ട്. കാരണം ഷിഫ ഉള്ള ഖുർആൻ മുഴുവൻ ഷിഫ ആണ്. സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകിച്ച് മുൻകാലത്തിലുള്ള എല്ലാ കിതാബുകളുടെയും ആശയങ്ങൾ ഖുർആനിലും അതുപോലെ ഖുർആനിന്റെ ആശയം സൂറത്തുൽ ഫാത്തിഹയിലും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് സലഫുകൾ പറയാറുണ്ട്. വളരെയധികം മഹത്വമുള്ള തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും പഠിപ്പിക്കുന്ന അള്ളാഹുവിനോടൊരു അടിമക്കുള്ള കരാർ, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ദുആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് റുഖിയ ചെയ്തപ്പോൾ തേളുകടിയേറ്റ ആ വ്യക്തിക്ക് ഷിഫ ലഭിക്കുകയുണ്ടായി എന്നുള്ള ഈ സംഭവം സഹീഹായിക്കൊണ്ട് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ ഒരു മനുഷ്യന് ഷിഫ ആയിട്ട് വളരെയധികം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, മക്കത്തു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാണ്, വമക്കത്തു ബിമക്കത മുദ്ദതൻ തഅതരീനി അദ്വാഉൻ ഞാൻ കുറച്ചു കാലം എവിടെ ഉണ്ടായിരുന്നു, മക്കയിൽ താമസിച്ചിരുന്നു. അപ്പോ പിന്നെ ചില രോഗങ്ങൾ കാരണത്താൽ മരുന്നൊന്നും ലഭിക്കാത്ത അവസ്ഥയിൽ ചില രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ചില റിവായത്തിൽ വയറിന് രോഗം ബാധിച്ചിരുന്നു. വലാ അജിദു ത്വബീബൻ വലാ ദവാഅൻ ഞാൻ ഇത് ചികിത്സിക്കാൻ ഒരു വൈദ്യനെയോ അല്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഒരു മരുന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഫകുൻതു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ ഞാൻ എന്ത് ചെയ്തു, എന്റെ രോഗത്തെ ഫാത്തിഹ കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് റുഖിയ ചെയ്യാൻ തുടങ്ങി. ഫഅറാലഹാ തഅ്സീറൻ അജീബൻ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് എന്റെ ആ രോഗത്തിൽ ബുദ്ധിമുട്ടൽ ഞാൻ കണ്ടത്. ഫകുൻതു അസിഫു ദാലിക ലിമൻ യശ്തകി അലമൻ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ബാധിച്ചാൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫകാന കസീറും മിൻഹും യബ്റഉ സരീഅൻ അതിൽ ധാരാളം ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷിഫ ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഖുർആൻ എന്നുള്ളത് നമ്മുടെ ഷിഫ ആണ്, അത് ശരീരത്തിനും ഖൽബിനും ഉള്ള ഷിഫ ആണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഷിഫ ഉപയോഗിക്കുക, അത് അദ്കാറുകളാവട്ടെ ആയത്തുകളാവട്ടെ ദുആകളാവട്ടെ, ഇത് റുഖിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഉപകാരപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടോണമെന്നില്ല. റുഖിയ ചെയ്യുമ്പോൾ ഖുർആൻ കൊണ്ട് ഷിഫ തേടുമ്പോൾ അത് ഉപകാരപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖുവ്വതു ഹിമ്മത്തിൽ ഫാഇൽ അത് ചെയ്യുന്നവന്റെ ഉദ്ദേശത്തിന്റെ ശക്തി, അവന്റെ നിയ്യത്തിന്റെ ശക്തി അതിൽ പ്രധാന ഒരു ഘടകമാണ്. അവന്റെ വിശ്വാസവും അവന്റെ ഈമാനും അവൻ എത്രത്തോളമാണ് അതിനെ ഉൾക്കൊള്ളാനും അതിന്റെ ഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത്, അത്രത്തോളം അതിന്റെ ഒരു റിസൾട്ട് അവന് കാണാൻ സാധിക്കും. അത് അല്ലാത്ത ചികിത്സയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വേറൊരു ചികിത്സ നടത്തുന്ന ഒരാൾ അവൻ ആ രോഗത്തെ കുറിച്ച് ആ ചികിത്സയെ തൊട്ട് അവന് ദൃഢമായൊരു ധൈര്യവും അവന് സ്വന്തത്തിലൊരു ആത്മവിശ്വാസവും ഒന്നും ഇല്ല എങ്കിൽ അത് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ റുഖിയക്ക് തന്നെ ഖുർആൻ ഉപയോഗിക്കുമ്പോൾ തന്നെ അവന്റെ ഖൽബിൽ അതിന്റെ അനന്തരഫലം ഉണ്ടാകാനും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളാനും അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും ഒരു ശക്തിയും ദൃഢതയും ഉണ്ടാവുമ്പോഴാണ് കൂടുതലായി അത് ഉപകാരപ്പെടുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ആദ്യമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഖുർആനിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാവുന്നതുപോലെ ഖുർആൻ എല്ലാ രോഗങ്ങൾക്കും ഖൽബിനെ ബാധിക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ടോ, ശുബ്ഹത്തുകളാവട്ടെ ഷഹ്വത്തുകളാവട്ടെ, അതിനുള്ള ഷിഫ
അത് കേവല പാരായണമാകട്ടെ, അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ടാകട്ടെ, അതിൽ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങൾ ചിന്തിച്ചുകൊണ്ടാവട്ടെ, നമ്മുടെ ഖൽബിനുള്ള ശിഫ ആണ് ഖുർആൻ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള രോഗങ്ങൾ ബാധിക്കുമ്പോൾ ഖുർആനിലേക്ക് മടങ്ങുകയും ഖുർആനിനെ ഒരു ശിഫ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും വബില്ലാഹി തൗഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന് ശിഫ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വകദാലിക അദ്ദുആ, അതുപോലെ തന്നെ ശിഫയുള്ള മറ്റൊരു കാര്യമാണ് അദ്ദുആ എന്നുള്ളത്. ഫഇന്നഹു മിൻ അഖ്വൽ അസ്ബാബ് ഫീ ദഫ്ഇൽ മക്റൂഹി വഹുസൂലിൽ മത്ലൂബ്. ദുആ എന്നുള്ളത് നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളെ തടഞ്ഞു നിർത്താനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നേടിയെടുക്കാനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദുആയിലും ചില ആളുകൾ അതിന്റെ ഒരു അനന്തരഫലം കാണാതിരിക്കാറുണ്ട്. അതിനുള്ള കാരണം ഒന്നെങ്കിൽ അവൻ ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലായിരിക്കും, ഒരു പകയോ വിദ്വേഷമോ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും. അല്ലെങ്കിൽ അവൻ ദുആ ചെയ്യുമ്പോൾ അവന്റെ ഖൽബിൽ ഒരു ദുർബലതയോടുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അള്ളാഹുവിനുള്ള ഈമാൻ ദൃഢപ്പെടുത്താതെയായിരിക്കും അവൻ ചോദിക്കുന്നുണ്ടാവുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഉദാഹരണം പറയാണ്, ഫയകൂനു ബിമൻസിലത്തിൽ ഖൗസി റഖ്ബി ജിദ്ദൻ. ഒരു അമ്പെയ്യാൻ വേണ്ടി ആ വില്ലിൽ വെക്കുന്നത് പോലെ അത് എയ്യുന്നത് വളരെ ദുർബലമായ അവസ്ഥയിലാണെങ്കിൽ അത് ലക്ഷ്യത്തിലെത്താതെ എന്താവും, അത് വീണുപോകും. എന്നാൽ ആ അമ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ശക്തമായി ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ലക്ഷ്യത്തിൽ എത്തുക. ഇതുപോലെയുള്ള കാരണങ്ങൾ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടാതിരിക്കാൻ കാരണമാകും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈമാലി ഹുസൂലിൽ മാനി' മിനൽ ഇജാബ. ഉത്തരം ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾക്ക് തടസ്സം വരും. എന്താണത്? മിനക്കിലിൽ ഹറാം, ഹറാമ് സമ്പാദിച്ച് ദുആ ചെയ്താൽ, വദ്ദുൽം അക്രമത്തിന് മേലെ ദുആ ചെയ്താൽ, വറൈനി ദുനൂബി അലൽ ഖുലൂബ് ഖൽബിൽ പാപങ്ങളെ കൊണ്ട് കറ ബാധിച്ച് ദുആ ചെയ്താൽ, വിസ്തിലാഇൽ ഗഫ്ലതി വശഹവതി വല്ലഹി വഗലബതിഹാ അലൈഹാ ഖൽബിൽ അശ്രദ്ധയോടുകൂടി അനാവശ്യ ഇച്ഛകളോടുകൂടി അതുപോലെയുള്ള ദുആകൾ ഉത്തരം ചെയ്യപ്പെടാൻ തടസ്സമാകുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ ദുആ എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ദുആ എന്നുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുസ് സുഹദിൽ കൊടുത്തിരിക്കുന്ന ഒരു അസറിൽ കാണാം, അസ്വാബ ബനി ഇസ്രായീൽ ബലാഉൻ. ബനു ഇസ്രായേലുകൾക്ക് ഒരിക്കൽ ഒരു ബലാവ് ബാധിച്ചു. ഫഖറജു മഖറജൻ, അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഫഔഹല്ലാഹു ഇലാ നബിയിഹിം അൻ അഖ്ബറഹും, അവരിലുണ്ടായിരുന്ന നബിക്ക് അള്ളാഹു വഹി നൽകി അവരെ അറിയിക്കാൻ വേണ്ടി, ഇന്നകും തഖ്റുജൂന ഇലാ സഈദ് ബിഅബ്ദാനിൻ നജിസത്തിൻ, നിങ്ങൾ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ദുആ ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത് നജസായ ഒരു ശരീരം കൊണ്ടാണ്, അഥവാ അതിലൊരു ഖൈറില്ലാത്ത നജസാണ്. വതുർഫഊന ഇലയ്യ അകുഫൻ ഖദ് സഫഖ്തും ബിഹാ അദ്ദിമാ, നിങ്ങൾ എന്നിലേക്ക് ഉയർത്തിയിട്ടുള്ള കൈകൾ അത് രക്തം പുലർന്നതാണ്, രക്തം പൂണ്ടതാണ്, അഥവാ നിങ്ങൾ അക്രമം ചെയ്തിട്ടാണ്. വമലഅതും ബിഹാ ബുയൂതകും മിനൽ ഹറാം, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഹറാമ് കൊണ്ട് നിറച്ചിട്ടുണ്ട്. അൽആന ഹീന ഇസ്തദ്ദ ഗളബി അലൈക്കും, ഈ സമയം നിങ്ങളുടെ മേലെ എന്റെ കോപമാണ് അധികരിച്ചിട്ടുള്ളത്. വലൻ തസ്ദാദു മിന്നി ഇല്ലാ ബുഅദ, എന്നിൽ നിന്ന് അകൽച്ചയല്ലാതെ ഒന്നും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കില്ല. അപ്പൊ ദുആ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ. അതിൽ ചിലതാണ് ഈ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ മുസ്തദ്റക് അദ്ദേഹത്തിന്റെ ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക ഉത്തരം ചെയ്യപ്പെടുമെന്ന ദൃഢമായ വിശ്വാസത്തിൽ. വഅലമു അന്ന അല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു ഒരിക്കലും അശ്രദ്ധമായിട്ട് ഒരു ശ്രദ്ധയില്ലാതെ ദുആ ചെയ്യുന്ന ഖൽബിൽ നിന്ന് ഉള്ള ദുആഇന് അള്ളാഹു തആല സ്വീകരിക്കുകയില്ല, ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് തേടുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ഖൽബ് കൊണ്ട് അതിനെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് എന്നത്. മറ്റൊരു ഹദീസിൽ ഹറാമ് തിന്നുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യില്ല എന്നതിനുള്ള ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു ത്വയ്യിബ, അല്ലാഹു അങ്ങേയറ്റം പരിശുദ്ധനാണ്,
പരിശുദ്ധമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല, ഹറാം അള്ളാഹു സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുഅ്മിനീങ്ങളോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അത് മുർസലീങ്ങളോട് റസൂലുകളോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു സൂറത്തുൽ മുഅ്മിനൂനിലെ 51-ാമത്തെ ആയത്ത്, യാ അയ്യുഹർ റസൂൽ, റസൂലുകളെ, കുലൂ മിൻ ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ത്വയ്യിബായതിൽ നിന്ന് ഭക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നതാണ്. അതായത് ത്വയ്യിബായ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് സൽക്കർമ്മങ്ങൾ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഫജ്റിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുള്ള ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ റിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ആദ്യം ചോദിച്ചത് എന്താണ്? ഇൽമ, ഉപകാരപ്രദമായ ഇൽമ. അതിലൂടെ മാത്രമേ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ? ത്വയ്യിബായ റിസ്ഖ് ഏതാ, ഖബീസായ റിസ്ഖ് ഏതാ എന്ന്. ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഇൽമ വേണം. അങ്ങനെ ത്വയ്യിബായ റിസ്ഖ് രണ്ടാമത് ചോദിച്ചു. അതുണ്ടെങ്കിൽ മാത്രമേ അമലൻ സ്വാലിഹ അല്ലെങ്കിൽ അമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് റിസ്ഖ്, നമ്മുടെ ഭക്ഷണം അത് ത്വയ്യിബാവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്ത് കൂടി പാരായണം ചെയ്തു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള റിസ്ഖിൽ ത്വയ്യിബായ വിശിഷ്ടമായ നിങ്ങൾ ഭക്ഷിക്കുക, ഹറാമായത് ഭക്ഷിക്കാൻ നിൽക്കരുത്. നമുക്ക് ഹലാലല്ല എന്നൊരു സംശയം തോന്നുന്ന കാര്യം പോലും നമ്മൾ ഒഴിവാക്കണം നമ്മുടെ വരുമാനത്തിൽ. കാരണം അതല്ലാതെ നമ്മൾ ബാഹ്യമായ വരുമാനത്തിന്റെ ആധിക്യം കണ്ട്, സമ്പത്തിന്റെ ആധിക്യം കണ്ട് നമ്മൾ നേടിയാൽ നമ്മൾ അതിന് പകരം കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറ്റി പറയാണ്, ഒരുപാട് യാത്ര ചെയ്തു. അദ്ദേഹം യാത്ര ചെയ്ത് മുടിയൊക്കെ ജട പിടിച്ച് പൊടി പുരണ്ട അവസ്ഥയിലാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, എന്നിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അയാൾ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ. വമാ തുആമുഹു ഹറാമുൻ, അവന്റെ ഭക്ഷണം എന്താണ്? ഹറാമാണ്. വമശ്റബുഹു ഹറാമുൻ, അവൻ കുടിച്ചത് അവന്റെ പാനീയങ്ങൾ ഹറാമാണ്. വമൽബസുഹു ഹറാമുൻ, അവന്റെ വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവന്റെ ശരീരം പോഷിപ്പിച്ചിട്ടുള്ളതെല്ലാം ഹറാമു കൊണ്ടാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അവൻ എങ്ങനെ ഉത്തരം ചെയ്യാനാണ്, അവൻ എങ്ങനെ ഉത്തരം ചെയ്യപ്പെടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. പക്ഷേ അത്രയും അധികം ഒരു അവസ്ഥയിലെത്തിയിട്ടും അവന്റെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം അവൻ ദുആ ചെയ്തത് ഹലാലല്ലാത്ത ഹറാമായ ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും ഹറാമായ വരുമാനം കൊണ്ട് ജീവിച്ചിട്ടാണ്. അവന്റെ ഉത്തരം സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ സൂക്ഷിക്കണം. ഹറാമായ ഗുൽമു കൊണ്ട് നേടുന്ന, അതുപോലെ കളവ് നടത്തുന്ന, പലിശ പോലെ ഹറാമായിട്ടുള്ള എന്തെല്ലാമാണോ ഹറാമായിട്ടുള്ള വരുമാനം, അതുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുകയോ അമൽ ഉയർത്തപ്പെടുകയോ ചെയ്യുകയില്ല. وقال أبو ذر رضي الله عنه, അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്, യക്ഫി മിന ദുആഇ മഅൽ ബിർ, നല്ല പുണ്യത്തോടൊപ്പം, നല്ല പുണ്യമുള്ള നല്ല തഖ്വയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അവന്റെ ദുആ എത്ര മതി? മാ യക്ഫി തആമ മിനൽ മിൽഹി, ഭക്ഷണത്തിൽ എത്ര ഉപ്പ് വേണോ അത്ര മതി അവന്റെ ദുആ. നല്ല പുണ്യമുള്ള തഖ്വയുള്ള സ്വാലിഹായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവന്റെ ദുആ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നമ്മൾ എത്ര ഉപ്പിടുവോ അത്ര മതിയാകും അവന് എന്ത് കിട്ടാൻ, അവന് ഉത്തരം ചെയ്യപ്പെടാൻ അത്ര മതിയാകും. അല്ലാതെ കുറേ ദുആ ചെയ്ത് ഹറാമ് നിന്നിട്ട് കുറേ നിലവിളിച്ച് കുറേ ദുആ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? കാര്യമില്ല, അള്ളാഹു ഉത്തരം ചെയ്യില്ല. എന്നാൽ തഖ്വയോട് കൂടിയാണെങ്കിൽ കുറച്ച് തന്നെ മതിയാകുമെന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാം. അടുത്ത ഫസ്ലായി തിരിച്ചുകൊണ്ട് ദുആ എന്നുള്ളത് മരുന്നാണ്, ശമനമാണ് എന്ന് പറയുന്ന ബാബിൽ പറയുകയാണ്. ദുആ എന്നുള്ളത് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഏത് രോഗത്തിനും, ശരീരത്തിനാവട്ടെ ഖൽബിനാവട്ടെ മനസ്സിനാവട്ടെ, ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യം ദുആ ആണ്. കാരണം അള്ളാഹുവിലേക്ക് അങ്ങേറ്റ ആവശ്യക്കാരനാവുക. ദുആ എന്നുള്ളത് ഒരാളുടെ തൗഹീദിനെ തെളിയിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് എത്രത്തോളം തൗഹീദ് ശക്തമാണ് എന്നുള്ളത് അവൻ എത്രത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്നുകൊണ്ട് അറിയുന്നതാണ്. അവൻ എത്രത്തോളം ദുആ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം അവന്റെ ഈമാൻ ശക്തമായിരിക്കും. അപ്പൊ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള അദ്വിയാണ്.
വഹുവ അദുവ്വുൽ ബലാ, പരീക്ഷണങ്ങൾക്കെതിരായി നിൽക്കുന്ന കാര്യമാണ് ദുആ. യുദാഫിഉഹു വയുആലിജുഹു, ആ ബലാകളെ എതിർത്ത് നിൽക്കുകയും അതിനെ ചികിത്സിച്ച് പരിഹരിക്കുകയും ചെയ്യും ദുആകൾ. വയംനഉ നുസൂലഹു, അത് ഇറങ്ങുന്നതിനെ തടയും. വയർഫഉഹു, അതിനെ ഉയർത്തും. ഔ യുഖഫിഫുഹു ഇദാ നസല, ഇനി അത് ബാധിച്ചാൽ അതിനെ ലഘൂകരിക്കുകയും ചെയ്യും. വഹുവ സിലാഹുൽ മുഅ്മിൻ, അത് മുഅ്മിന്റെ ആയുധമാണ്. ഒരു മുഅ്മിനിനുള്ള ആയുധമാണ് ദുആ എന്നുള്ളത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചില സമയത്തെങ്കിലും ചില ആളുകൾക്ക് തോന്നും അവന്റെ എല്ലാ കാര്യങ്ങളും ഖൈറായിരിക്കും, അവന്റെ ജോലി, അവന്റെ വരുമാനം, അവന്റെ കുടുംബം, അവന്റെ സാമ്പത്തിക സ്ഥിതി, അവന്റെ ആരോഗ്യം, ഇതെല്ലാം ഖൈറായിരിക്കും. അപ്പൊ ചില സമയത്താണ് തോന്നും ഞാൻ എന്താ പിന്നെ ദുആ ചെയ്യാം, ഞാൻ എന്താ ഇപ്പൊ ചോദിക്കേണ്ടത്, എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ലല്ലോ, ദീനും ദുനിയാവൊക്കെ റാഹത്തിലായിരിക്കും. എന്ന സഹോദരങ്ങളെ, അള്ളാഹുവിനോട് എപ്പോഴും ഇസ്തിഖാമത്തിന് നമ്മൾ തേടണം. ഏറ്റവും ഇസ്തിഖാമത്തിലുള്ള ആൾ പോലും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് തേടുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ തെറ്റിപ്പോകുന്നതിനെ സംരക്ഷിക്കാൻ, നമ്മൾ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ, ഒരു ബലാ ഇറങ്ങാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിൽ അതുപോലെ പലതിൽ നിന്നും രക്ഷ നേടിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലഹു മഅൽ ബലാഇ സലാസു മഖാമാത്ത്, ദുആവും ഒരു പരീക്ഷണവും തമ്മിൽ 3 അവസ്ഥയാണ് ഉണ്ടാവുക. ഒരു പരീക്ഷണം നമുക്ക് വരുന്നുണ്ട്, നമുക്ക് ബാധിച്ചിട്ടുണ്ട് വിചാരിക്കാം, എന്നാൽ ഇപ്പുറത്ത് ദുആ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നിൽക്കുക? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥയിൽ ചിന്തിക്കുമ്പോഴാണ് ഈ കിതാബ് ഏറ്റവും ഉപകാരപ്പെടുക. ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തി അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട് ഇനിയൊരു രക്ഷയില്ല, ഞാൻ ചെയ്യാവുന്നൊക്കെ ചെയ്തു, ഇനി എന്താ ഒരു മാർഗം എന്നുള്ള നിലക്കാണ് ചോദിക്കുന്നത്. അപ്പൊ അയാളോട് അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പറയാണ്, ഈ ദുആവും ബലാവും തമ്മിൽ 3 അവസ്ഥയാണ് ഉണ്ടാവുക. അവന് ബാധിച്ച പരീക്ഷണത്തിനേക്കാൾ ശക്തമായി അവൻ ദുആ ചെയ്യുന്നു, അങ്ങനെ ആ പരീക്ഷണത്തിനെ അത് എതിർക്കുന്നു. ആ ദുആ കാരണത്താൽ അവന് ബാധിച്ച ബലായിനെ അത് നീക്കാൻ അവന്റെ ദുആ ശക്തമാകുന്നു, അങ്ങനെ ആ ബലാ ഒഴിവാകുന്നു. രണ്ടാമത്തേത്, അവന്റെ ദുആ ബലായിനേക്കാളും ശക്തി കുറഞ്ഞതായിരിക്കും, ദുർബലമായിരിക്കും. ബലായിരിക്കും കൂടുതൽ ശക്തിയാവുക. ഫയുസാബു ബിഹിൽ അബ്ദ്, അബ ബലാ അവനെ ബാധിക്കും. വലാകിൻ ഖദ് യുഖഫിഫുഹു, പക്ഷെ അതെന്തായിരിക്കും, കുറച്ച് കുറക്കാൻ സാധിക്കും അവൻ ദുആ ചെയ്തുകൊണ്ട്. വഇൻ കാന ളഈഫൻ, അവൻ എത്രയാണോ ദുആയിൽ ദുർബലത അതിനനുസരിച്ച് കുറവായ രീതിയിൽ അതിനെതിരായി നിൽക്കും. അസ്സാലിസ്, മൂന്നാമത്തേത്, അയ്യതഖാവമ വയംനഅ കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബ, അവർ തമ്മിൽ പരസ്പരം ഒരുപോലെ നിൽക്കുകയും ബലാ വരുന്നതിനനുസരിച്ച് ഇത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുമാകും. ഈ 3 അവസ്ഥയാണ് ദുആവും ബലാവും തമ്മിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ കുറച്ച് വിശദീകരണമായി ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ദുആ ബലാ ബാധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം ദുആ ആണ്. അള്ളാഹുവിനോട് അങ്ങേയറ്റം ദുആ ചെയ്യുക. എന്താവട്ടെ, എന്ത് ബലാ ആവട്ടെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആ ബലായിനേക്കാൾ ശക്തമായാൽ ആ ബലാ നീക്കം ചെയ്യും. കുറവാണെങ്കിൽ അത് കുറച്ചു കിട്ടും. ഒരുപോലെയാണെങ്കിൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അടുത്ത ഫസ്ല് പറയുന്നത് അൽ ഇൽഹാഉ ഫി ദുആഇ, ദുആയിലെ തുടർന്നുകൊണ്ടിരിക്കുക. ഇൽഹാ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ് പറയുന്നത്. വമിൻ അൻഫഇൽ അദ്വിയതി അൽ ഇൽഹാഉ ഫി ദുആ, നമുക്ക് ബാധിക്കുന്ന എന്തെങ്കിലും പരീക്ഷണത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള മരുന്ന്, ശമനം എന്നുള്ളത് അൽ ഇൽഹാഹു ഫി ദുആ, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു മടുപ്പില്ലാതെ അത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അത് തുടർന്നുകൊണ്ടേയിരിക്കുക. വഖദ് റവാ ഇബ്നു മാജ ഫി സുനനിഹി മിൻ ഹദീസ് അബീ ഹുറൈറ قال قال رسول الله صلى الله عليه وسلم من لم يسأل الله يغضب عليه, ആരാണോ അല്ലാഹുവിനോട് ചോദിക്കാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനോട് ആരാണോ ചോദിക്കാത്തത് അള്ളാഹു അവന്റെ മേലെ കോപിക്കുന്നതാണ് എന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ചില പണ്ഡിതന്മാർ പിന്നെ സനദിൽ ചില ദുഅഫ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആശയം കൊണ്ട് അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ചോദിക്കുക എന്നുള്ളത്. കിതാബു സുഹദിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഖതാദ റഹിമഹുല്ലയിൽ നിന്ന് അദ്ദേഹം മുവരിഖ് റഹിമഹുല്ലാ പറഞ്ഞതായിട്ടൊരു അസർ കൊടുക്കുന്നുണ്ട്. മാ വജദ്തു ലിൽ മുഅ്മിനി മസലൻ ഇല്ലാ റജുലൻ ഫിൽ ബഹരി അലാ ഖശബത്തിൻ, ഒരു ഉപമ പറയാം. ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ
ഒരു കടലിൽ ഒരു ഖശബ് എന്ന് പറഞ്ഞാൽ മരത്തടി, അതിന്റെ മേലെ ഒരാൾ പിടിച്ചു നിൽക്കുകയാണ്. فهو يدعو يا ربي يا ربي لعل الله ان ينجيه. അവൻ ആ സമയത്ത് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, അള്ളാഹു അവനെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആ അവസ്ഥയിൽ തേടുന്നത് പോലെയാണ് ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന്. ഒരു മുഅ്മിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം അവൻ എപ്പോഴാണ് തെറ്റിപ്പോവുക, എപ്പോഴാണ് ഫിത്നയിൽ അകപ്പെടുക, എപ്പോഴാണ് പരീക്ഷിക്കപ്പെടുക എന്നറിയില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് മുഅ്മിൻ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് തസവ്വുർ ചെയ്ത് നോക്കി, കടലിൽ ഒറ്റയ്ക്ക് അകപ്പെട്ട ഒരു മരത്തടിയുടെ മേലെ പിടിച്ചു നിൽക്കുമ്പോ ഒരാൾ എത്രത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്യും? ഒരാൾ എത്രത്തോളം ദുആ ചെയ്യും? കപ്പലിൽ തിരമാല വന്നാൽ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പോലും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മുഅ്മിൻ എത്ര ദുആ ചെയ്യും? അതുപോലെയാണ് ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അതുപോലെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. കാരണം അത്രത്തോളം ദുആയിൽ നമ്മൾ ആവശ്യക്കാരാണ്, ആ ദുആയിൽ തുടർന്നു കൊണ്ടിരിക്കാൻ നമ്മൾ ആവശ്യക്കാരനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അടുത്ത ഫസ്ലായി പറയുന്നത് ഇസ്തിഅജാലു ഇസ്തിജാബത്തി ദുആ. മനുഷ്യർക്ക് പറ്റുന്ന വലിയ ഒരു അബദ്ധമാണ് ദുആക്ക് ഉത്തരം ചെയ്യപ്പെടാൻ ധൃതി കാണിക്കുക എന്നത്. ദുആയിന് ഉത്തരം ചെയ്യപ്പെടാൻ ധൃതി കാണിക്കുക എന്നുള്ളത്. വമിനൽ ആഫാത്തി അല്ലതി തംനഉ തറത്തുബ അഥരി ദുആഇ അലൈഹി. ഒരാൾക്ക് അവന്റെ ദുആയിന് ഫലം കണ്ടെത്താതിരിക്കാൻ, ലഭിക്കാതിരിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ് അൻ യസ്തഅജിലൽ അബ്ദു വയസ്തബ്തി അൽ ഇജാബ. ഒരു അടിമ ധൃതി കാണിക്കുക എന്നുള്ളത്. അവന്റെ ഉത്തരം ചെയ്യപ്പെടുന്നത് പതുക്കെ ആയിക്കഴിഞ്ഞാൽ ധൃതി കാണിക്കുക. ഫയസ്തഹ്സിറ വയദഅ ദുആ. അങ്ങനെ അവൻ നിരാശനായിട്ട് ദുആ ചെയ്യുന്നത് അവസാനിപ്പിക്കും. وهو بمنزلة من بذر بذرا أو غرس غرسا فجعل يتعهده ويسقي فلما استبدأ كماله وإدراكه تركه وأهمله. അതിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു ചെടി നട്ടിടുന്ന പോലെയാണ്. അവനൊരു ചെടി നട്ട് വളരാൻ വേണ്ടിയിട്ട് ചെടിയെല്ലാം അവൻ വെള്ളം ഒഴിച്ചു. അത് വളരാൻ കുറച്ച് വൈകിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിന് പൂർണ്ണതയിലെത്താൻ ഒന്ന് മെല്ലെ ആയിക്കഴിഞ്ഞാൽ അവ അതിനെ വിട്ടുപോവുക. ഒന്നുകൂടി ക്ഷമിച്ച് അതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടത്, പക്ഷെ അതിനെ വിട്ട് ഒഴിവാക്കി പോകുന്നതിനെ പോലെയാണ് ദുആഇന് ധൃതി കാണിക്കുന്നവന്റെ അവസ്ഥ. സഹോദരങ്ങൾ, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് അള്ളാഹ് നൽകുന്ന വലിയ തൗഫീഖാണ്. എല്ലാവർക്കും ദുആ ചെയ്യാൻ സാധിക്കില്ല. എല്ലാവർക്കും ദുആ ചെയ്യാൻ സാധിക്കില്ല. ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നു എന്നത് തന്നെ അവന് ആ പരീക്ഷ കൊണ്ടുള്ള നേട്ടമാണ്. എല്ലാവർക്കും ദുആ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ദുആ ചെയ്യും, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ല. അള്ളാഹു തൗഫീഖ് നൽകുന്നവർക്കേ സാധിക്കുകയുള്ളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉത്തരം ചെയ്യപ്പെടുമോ എന്നുള്ളതിലല്ല, ദുആ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് വിഷയം. ഒരുത്തന് ദുആ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം അതാ ഉടനെ തന്നെ അവിടെ ഉണ്ടാകും. അപ്പൊ ദുആ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് എല്ലാ ആവശ്യം ഉണ്ടാവും, പക്ഷെ നമുക്ക് ചോദിക്കാൻ നമ്മൾ മറന്നു. നമുക്ക് ചോദിക്കാൻ നമുക്ക് അതിനുള്ള തൗഫീഖ് ലഭിക്കാതെ വരും. അതുകൊണ്ട് ചോദിക്കുമ്പോൾ അത് സ്ഥിരതയോടുകൂടി ചോദിക്കുകയും ധൃതി കാണിക്കണ്ട. കാരണം നമ്മുടെ കാര്യം ഏറ്റവും നന്നായി അറിയുന്നവരാരാണ്? അള്ളാഹുവാണ്. നമുക്കെന്താണ് ഖൈറ്, നമുക്കെന്താണ് ഷർറ് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. വരാൻ പോകുന്ന ഒരു കാര്യത്തിൽ എന്തായിരിക്കും നമുക്ക് നന്മ, എന്തായിരിക്കും ദോഷമെന്നറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഖൈറായിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷമായിരിക്കാം. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനെ അറിയാം, നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അള്ളാഹു ഒരു കാര്യം നമുക്ക് നൽകുന്നത് അതിന് യോജിച്ച സമയത്തായിരിക്കും. നമ്മൾ ആ സമയം വരെ ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് നമുക്ക് മനസ്സിലായിരുന്നെങ്കിൽ, നമ്മുടെ ഖദർ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടൊരു ഖദർ നമുക്ക് എഴുതാൻ സാധിക്കില്ല. അതിനേക്കാൾ ഭംഗിയായി നമ്മുടെ കാര്യം തീരുമാനിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കാണാം. വഫീ സഹീഹുൽ ബുഖാരി മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ യഖൂലു ദഅവതു ഫലം യുസ്തജബ് ലീ. ഒരു അടിമക്ക് ഉത്തരം ചെയ്യപ്പെടും അവൻ ധൃതി കാണിക്കാത്തോടത്തോളം കാലം. എന്താണ് ധൃതി കാണിക്കൽ? ദഅവതു, ഞാൻ ദുആ ചെയ്തല്ലോ, ഫലം യുസ്തജബ് ലീ, എനിക്ക് ഉത്തരം ചെയ്യപ്പെടുന്നില്ലല്ലോ, എനിക്ക് അല്ലാഹ് ഉത്തരം ചെയ്യുന്നില്ലല്ലോ. വഫീ സഹീഹ് മുസ്ലിം അൻഹു ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതീഅതി റഹ്മിൻ മാ ലം യസ്തഅജിൽ. ഒരു അടിമക്ക് ഉത്തരം ചെയ്യപ്പെടും ഒരു പാപത്തിനല്ല അവൻ ദുആ ചെയ്യുന്നത് എങ്കിൽ, ഒരു കുടുംബ ബന്ധം മുറിക്കാനല്ല അവൻ ദുആ ചെയ്യുന്നതെങ്കിൽ, അവൻ ധൃതി കാണിക്കുന്നില്ല എങ്കിൽ അവൻ ഉത്തരം ചെയ്യപ്പെടും. ഈ മൂന്ന് കാര്യങ്ങളുണ്ടോ ഉത്തരം ചെയ്യപ്പെടൂല.
ഒരു തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ദുആ ചെയ്യാണ്, ഉത്തരം ചെയ്യപ്പെടില്ല. ഒരു കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി ദുആ ചെയ്യാണ്, ഉത്തരം ചെയ്യപ്പെടില്ല. ധൃതി കാണിച്ചാലും ഉത്തരം ചെയ്യപ്പെടില്ല. ഖീല, ആ സമയം ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വമൽ ഇസ്തിഅജാൽ, റസൂലെ എന്താണ് ഈ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞ? ഖാല യഖൂൽ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ദഅൗതു വഖദ് ദഅൗതു, ഒരാൾ പറയും ഞാൻ ദുആ ചെയ്തു, ഫലം അറ യസ്തജീബു ലി, എനിക്ക് ഉത്തരം ചെയ്യുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. ഫയസ്തഹ്സിറു ഇൻദ ദാലിക വയദഉ ദുആ, അവൻ അതിൽ നിരാശപ്പെട്ടുകൊണ്ട് ആ ദുആ അവസാനിപ്പിക്കുന്ന അവസ്ഥ. അതാണ് ഇസ്തിഅജാൽ എന്ന് പറയുന്നത്. ദുആയിൽ ധൃതി കാണിക്കുക എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കേണ്ടത് ദുആ എന്നുള്ളത് നമുക്ക് ബാധിക്കുന്ന ഏതൊരു ബലായിനും ഏറ്റവും പരിഹാരമായിട്ടുള്ള ശിഫാ ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പരീക്ഷണം നേരിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ വലിയ ഖൈറിലായിരിക്കും, റാഹത്തിലായിരിക്കും, പക്ഷെ തീർച്ചയായും ദുനിയാവാണ്. ദുനിയാവ് എന്താണ്? ദാറുൽ ബലാ ആണ്. പരീക്ഷണം വിട്ടൊഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കില്ല. മരണം വരെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് അറിവുള്ളവർക്ക് മനസ്സിലാവും ഇത് പരീക്ഷണമാണ്, അറിവില്ലാത്തവരെ മനസ്സിലാവില്ല ഇത് പരീക്ഷണമാണ് എന്നത്. അപ്പൊ അങ്ങനെ നേരിടുമ്പോൾ ഒന്നാമത് ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. രണ്ടാമത്തേത് ദുആ നമ്മളൊരു പരിചയമായി സ്വീകരിക്കണം. അടുത്ത ഫസ്ലിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു ഔഖാത്തുൽ ഇസ്തിജാബ, ഇനി ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളായിട്ട് പറയുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഔഖാത്തുൽ ഇസ്തിജാബ. ദുആഇന് ഉത്തരം ചെയ്യപ്പെടാനുള്ള സമയങ്ങൾ അത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് ആ സന്ദർഭത്തിൽ കൂടുതൽ ദുആ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഇദാ ജുമിഅ മഅ ദുആഇ ഹുദൂറുൽ ഖൽബി വജംഇയതുഹു ബികുല്ലിയതിഹി അലൽ മത്ലൂബ് വസാദഫ വഖ്തൻ മിൻ ഔഖാദിൽ ഇജാബതി സിത്തതു വഹിയ, അതായത് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായും നമ്മുടെ ഖൽബ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം. എന്താണ് ഞാൻ തേടുന്നത്, എന്താണ് ഞാൻ ചോദിക്കുന്നത്, ആരോടാണ് ഞാൻ പറയുന്നത് എന്ന ബോധമുണ്ടായിരിക്കണം. അതേ അവസ്ഥയിൽ തന്നെ ഈ ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ കിതാബിൽ 6 സന്ദർഭങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വേറെയുമുണ്ട്. ഇതിൽ പറയുന്നത് അസ്സുലുസുൽ അഖീർ മിനൽ ലൈൽ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഹദീസുകളിലൂടെ ധാരാളമായി അറിയിച്ചിട്ടുള്ള ദുആ ഉത്തരം ചെയ്യപ്പെടാൻ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് രാത്രിയിലെ 1/3 എന്നുള്ളത്. നമുക്ക് ഹദീസിൽ കാണാം, യൻസിലു റബ്ബുന കുല്ല ലൈലത്തിൻ ഇലസ് സമാഇദ് ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാനത്തെ 1/3 ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യാം. വമൻ യസ്അലുനി ഫഅഉതിയഹു, എന്നോട് ചോദിക്കാൻ ആരാണുള്ളത്, ഞാൻ അവന് നൽകാം. വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്, ഞാൻ അവർക്ക് പുറത്തു നൽകുകയും ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹു തആല ഇറങ്ങി വരുമെന്നുള്ളതും ദുആ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സമയം വഇൻദൽ ആദാൻ, ബാങ്ക് കൊടുത്തതിന് ശേഷം. ഇത് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ളതെന്നല്ല, അത് അടുത്തേ വരുന്നുണ്ട്. ബാങ്ക് കൊടുത്തതിന് തൊട്ടടുത്ത സമയത്ത് ദുആ ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന സമയം ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നൽ മുഅദ്ദിനീന യഫ്ദുനൂനനാ, മുഅദ്ദിനീങ്ങൾ ബാങ്ക് കൊടുക്കുന്നവർ ഞങ്ങളെക്കാളും ഫദ്ലുള്ളവരായല്ലോ, അവർക്ക് ശ്രേഷ്ഠത ഉണ്ടായല്ലോ. ഐ സബഖൂനാ ബിൽ ഫദ്ൽ, അവർ ഞങ്ങളെ മുന്നിട്ടല്ലോ എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ കമാ യഖൂലൂൻ ഫഇദ ഇൻതഹൈത ഫസൽ തുഅത, ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്നത് പോലെ നീയും പറയുക, അവസാനിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുക, നീ ദുആ ചെയ്യുക, അല്ലാഹു നൽകുന്നതാണ്. ബാങ്കിന്റെ ഉടനെയുള്ള സമയം ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ്. മൂന്നാമത്തെ സന്ദർഭം വബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സുദീർഘമായിട്ടുള്ള ആ സമയം, അതായത് തൊട്ടടുത്ത സമയം എന്ന് മാത്രമല്ല, ഒന്നുകൂടി വ്യത്യസ്തമായിട്ടുള്ള ആ സമയം, അത് ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ,
അദാനിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ റദ്ദ് ചെയ്യപ്പെടുകയില്ല. മറ്റൊരു ഹദീസിൽ ഇദാ നൂദിയ ബിസ്സലാ ഫുതിഹത് അബ്വാബുസ് സമാ വസ്തുജീബത് ദുആ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആകാശത്തിലെ കവാടങ്ങൾ തുറക്കും, ദുആഇന് ഉത്തരം ചെയ്യപ്പെടുകയും ചെയ്യും ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ. അടുത്ത സന്ദർഭം വഅദ്ബാറുസ് സ്വലവാതിൽ മക്തൂബാത്ത്, നിർബന്ധ നിസ്കാരങ്ങളുടെ അവസാനത്തിൽ ദുആ ചെയ്യുക. ദുആ ചെയ്യുക എന്ന ഉദ്ദേശം സലാം വീട്ടുന്നതിന് മുമ്പാണ്. അത്തഹിയാത്തിന്റെയും അതുപോലെ സ്വലാത്തും കഴിഞ്ഞ് സലാം വീട്ടുന്നതിന്റെ ഇടയിലുള്ള ആ സമയം ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന ശ്രേഷ്ഠമായ സമയമാണ്. നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കൈകെട്ടി നിന്ന് ഫാത്തിഹ പാരായണം ചെയ്ത് റുക്കൂഇലായിക്കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി, സുജൂദിലായിക്കൊണ്ട് വാഴ്ത്തി പുകഴ്ത്തി, അതുപോലെ തന്നെ ഇടയിലുള്ള ഇരുത്തം കഴിഞ്ഞ് അവസാനം തശഹൂദ് നടത്തിയിട്ട് ഷഹാദത്ത് പറഞ്ഞിട്ട് നബിയുടെ മേലെ സ്വലാത്തും ചൊല്ലിയിട്ടുള്ള ആ സമയം ഏറ്റവും ഖൈറായ സമയമാണ്. ആ സമയത്ത് ദുആ ചെയ്താൽ ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ്. മറ്റൊന്ന് വഇൻദ സുഊദിൽ ഇമാമി യൗമൽ ജുമുഅത്തി അലൽ മിൻബരി ഹത്താ തുഖദ അസ്സലാ മിൻ ദാലിക്കൽ യൗം, വെള്ളിയാഴ്ച ദിവസം ഒരു ഇമാം മിമ്പറിന്മേൽ കയറിയത് മുതൽ നിസ്കാരം നിർവഹിക്കുന്നത് വരെ, പൂർത്തീകരിക്കുന്നത് വരെയുള്ള സമയം. ഈ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ട്. കാരണം വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, അതിൽ ചില അഭിപ്രായം മാത്രമാണ് അത് ഈ സമയമാണ് എന്നുള്ളത്. ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം പൂർത്തീകരിക്കുന്നവരെ. അപ്പോൾ ഖുതുബയിൽ എന്തെങ്കിലും ദുആ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിസ്കാരത്തിലെ ദുആകൾ ഇതെല്ലാം അതിൽ ഉൾക്കൊണ്ടു എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മറ്റൊന്ന് വആഖിറു സഅത്തിൻ ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച ദിവസം അസ്ർ നിസ്കാരത്തിന് ശേഷമുള്ള അവസാന സമയം, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം എന്നുള്ളത് ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. അപ്പോൾ ഈ സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് ദുആ ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകും. അപ്പൊ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് വേണം, പ്രത്യേകിച്ച് ഒരു പരീക്ഷണം നേരിടുമ്പോൾ ഈ സമയങ്ങളിൽ ദുആ ചെയ്യാൻ തെരഞ്ഞെടുത്താൽ കൂടുതൽ ഉപകാരപ്രദമാകും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു വസാദഫ ഖുശൂഅൻ ഫിൽ ഖൽബി വൻകിസാറൻ ബൈന യദൈ റബ്ബ് വദുല്ലതൻ ലഹു വതളറുഅൻ വരിഖതൻ. ഈ ദുആ ചെയ്യുമ്പോൾ തന്നെ ഖൽബ് കൊണ്ട് അല്ലാഹുവിനോട് അങ്ങേയറ്റം താഴ്മ കാണിച്ച്, അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകർന്ന്, അള്ളാഹുവിനെ ഏറ്റവും ആവശ്യക്കാരനായതിൽ ദുആ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഏറ്റവും ഒന്നുമില്ലാത്ത ഒരാള്, യജമാനനായ ഒരാളോട് എങ്ങനെയാണോ ദുആ ചെയ്യുന്നത്, തന്റെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിന് പോലും യജമാനന്റെ ഔദാര്യമില്ലാതെ പറ്റില്ല എന്ന് ബോധ്യമുള്ള ഒരു അടിമ എങ്ങനെയാണോ ദുആ ചെയ്യുന്നത്, അതുപോലെ താഴ്മയോടുകൂടി വേണം ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അതുപോലെ ദുആഇന്റെ അദബുകൾ കുറച്ചുകൂടി പറയുകയാണ്. ദുആ ചെയ്യുമ്പോൾ ഖിബ്ലയിലേക്ക് തിരിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു രീതിയാണ് ദുആഇന്റെ സമയത്ത് ഖിബ്ലയിലേക്ക് തിരിയുക. വകാന അലാ തഹാറത്തിൻ, വുദു എടുത്തുകൊണ്ട് ശുദ്ധിയായ അവസ്ഥയിൽ ദുആ ചെയ്യുക. വറഫഉ യദൈഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക. വബദഅ ബിഹംദില്ലാഹി വസ്സനാഇ അലൈഹി, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും ദുആ ആരംഭിക്കുക. ദുആ ധൃതിപ്പെട്ട് തുടങ്ങരുത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ ധാരാളം വാഴ്ത്തണം, പുകഴ്ത്തണം. നമ്മൾ എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസൃതമായിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും മുൻനിർത്തി പറയണം. അപ്പൊ പാപങ്ങൾ പൊറുക്കാനാണെങ്കിൽ ഗഫാർ, ഗഫൂർ, തവ്വാബ്, സിത്തീർ ഇതുപോലെയുള്ള കാര്യങ്ങളെ മുൻനിർത്തണം. അല്ലെങ്കിൽ റിസ്ഖ് നൽകാനാണെങ്കിൽ റസ്സാഖ്, യാ വഹാബ് എന്നുള്ള നാമങ്ങൾ മുൻനിർത്തണം. അതുപോലെ എന്താണോ ആവശ്യം അതിനെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. ثم استنى بالصلاه على محمد عبده ورسوله, അള്ളാഹുവിന്റെ അടിമയും റസൂലുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചെല്ലണം. ദുആയിൽ അള്ളാഹുവിനെ വാഴ്ത്തിയതിനു ശേഷം സ്വലാത്ത് ചെല്ലണം. എന്നിട്ട് വേണം ദുആ ചെയ്യാൻ. ثم قدم بين يدي حاجته التوبه والاستغفار, ആദ്യം തന്നെ നമ്മൾ ചോദിക്കണം നമ്മുടെ ആവശ്യമില്ല. ആദ്യം നമ്മൾ തൗബയും ഇസ്തിഗ്ഫാറും ആദ്യം ചെയ്യണം. ആദ്യം ചെയ്ത തെറ്റുകൾ, കാരണം നമുക്ക് എന്തെങ്കിലും ബലാഗ് ബാധിക്കണമെങ്കിലും നമ്മുടെ നിഅമത്ത് തടയപ്പെടണമെങ്കിലും അതിനുള്ള കാരണം എന്തായിരിക്കും? നമ്മുടെ പാപങ്ങളായിരിക്കും. അപ്പൊ ആ പാപങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാറിനും അതുപോലെ തൗബക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആദ്യം അത് പറഞ്ഞിട്ട് വേണം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. ثم دخل على الله, എന്നിട്ട് അള്ളാഹുവിലേക്ക് പ്രവേശിക്കുക, അഥവാ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. വഅലഹ അലൈഹി ഫിൽ മസ്അല, ചോദിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. വതമല്ലഖഹു വദുആഹു വദആഹു വറഗ്ബതൻ വറഹബതൻ, ഭയത്തോടും പ്രതീക്ഷയോടും കൂടി അള്ളാഹുവിനോട് ചോദിക്കുക.
അള്ളാഹു പിന്നെ ഒരു പാപമോചനമാണെങ്കിൽ എനിക്ക് പുറത്തു തരില്ലയോ എന്നുള്ള ഭയവും പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയും ഏത് കാര്യത്തിലും ആ ഒരു അവസ്ഥയിൽ ചോദിക്കുക. വതവസ്സല ഇലൈഹി ബിഅസ്മാഇഹി വസിഫാതിഹി വതൗഹീദിഹി, അള്ളാഹുവിലേക്ക് തവസ്സുലായിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക, അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം. വഖദ്ദമ ബൈന യദൈ ദുആഇഹി സദഖതൻ, ദുആ ചെയ്യുന്നതിന് മുമ്പ് സദഖ നൽകുക. ദുആ ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്, അതിനു മുമ്പ് സദഖ നൽകുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മ ചെയ്യുക. ഫഇന്ന ഹാദ ദുആ ലാ യകാദു യുറദ്ദു അബദാ, ഈ പറഞ്ഞ അദബുകളും സമയങ്ങളും എല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ദുആ ആണ് എങ്കിൽ അതൊരിക്കലും തള്ളപ്പെടുകയില്ല. വലാ സിയമാ ഇൻ സാദഫൽ അദ്ഇയത അല്ലതി അഖ്ബറ النبي صلى الله عليه وسلم انها مظنه الاجابه او انها متضمنه للاسم الاعظم. ഇനി ഈ ദുആയിലുള്ള നമ്മുടെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ദുആകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉത്തരം ചെയ്യപ്പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽ ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന്റെ മഹത്തായ പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള നാമം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ ഇസ്മുല്ലാഹിൽ അഅ്ളം ഉൾക്കൊള്ളുന്ന ദുആകളാണ് നമുക്ക് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഖുർആനും ദുആവുമാണ് ഏറ്റവും ഷിഫാകളിൽ ഉപകാരപ്രദമായത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.